സ്വീറ്റ് കോൺ അതായത് മധുരക്കമ്പം. അധിക പേരും ഇത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി മാത്രമാവില്ലേ. ഉപ്പിട്ടിട്ട് പുഴുങ്ങി കഴിച്ച് ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് കഴിക്കലൊക്കെ ഉണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെ ഇനി കഴിച്ചിരുന്നത്. പക്ഷേ ഒറ്റവട്ടം ഇതുകൊണ്ടൊരു ഡെസേർട്ടോ പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത് ആദ്യം തന്നെ ഇതൊന്ന് പറിച്ചെടുക്കുക. അപ്പോൾ പറിച്ചെടുക്കാൻ മിക്ക പേരും കത്തി കൊണ്ടൊക്കെ ഇങ്ങനെ ചെത്തി ഒഴിവാക്കണ കാണാം. പക്ഷേ അതിനേക്കാളൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പൊളിക്കാൻ പറ്റും. ആദ്യം തന്നെ ഇതൊന്ന് 2-3 കഷ്ണങ്ങളാക്കിയതിൻ്റെ ശേഷം ആ സെഗ്മെൻറ്റിൽ നിന്ന് ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ വിരലുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനങ്ങനെ ഒരു കമ്പാണ് കേട്ടോ പൊളിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് പൊളിച്ചിട്ട് ഇതെല്ലാം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയാൽ അത്രയും നല്ല കേട്ടോ. അങ്ങനെ ഇനിയൊരു കടായിലേക്ക് നമ്മൾ ഇത്തിരി പാലൊഴിച്ച് കൊടുക്കുക. ആ പാലിലേക്ക് ഈ അരച്ച പേസ്റ്റും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിൻ്റെ ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ചിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അതിങ്ങനെ തിളച്ച് നിന്നോട്ടെ കേട്ടോ. ഇതിലേക്ക് 1-2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംഭവം സെറ്റായി. ഞാനത് ചൂടോടെയും പിന്നെ ബാക്കി കുറച്ച് ഫ്രിഡ്ജിലും വെച്ച് സെർവ് ചെയ്ത് നോക്കിയപ്പം എനിക്കിഷ്ടമായ തണുത്തിട്ട് കഴിക്കുന്ന കേട്ടോ. അപ്പം നിങ്ങളും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് മേലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വിതറി ഒന്ന് അലങ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊഞ്ചനായി. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. സ്വീറ്റ് കോൺ കിട്ടുമ്പം നമ്മളിത് ജസ്റ്റ് പുഴുങ്ങി കഴിക്കുക, സൂപ്പ് ഉണ്ടാക്കി കഴിക്കുക മാത്രം ചെയ്യാതെ ഇതേപോലെ ഒന്ന് വെറൈറ്റി പിടിച്ച് നോക്കി ഇഷ്ടപ്പെടുമോ നോക്കാമല്ലോ. എന്തായാലും ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കണ്ടാലോ. ബൈ.